ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം. എന്നാലും എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ വന്നത്, നമ്മളുടെ ഈ കുവൈറ്റിൽ തീപിടിച്ച് ഒത്തിരി പേര് നമ്മുടെ നാട്ടിലെ ആൾക്കാർ മരിച്ചു. ഏത് നാട്ടിലത്തെയായാലും മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ അതുകൊണ്ടാണ് ഇടാതിരിക്കുന്നത്. വിഷമമുണ്ട്. എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഗൾഫിലേക്ക് വന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കാം. ബുദ്ധിമുട്ടുണ്ടാവാം, സ്വപ്നങ്ങളുണ്ടാവാം. ഞാൻ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ഗൾഫ് നാടുകളിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു. സ്വപ്നങ്ങൾ കൊണ്ട് ചിറക് പറന്ന് പ്ലെയിനിൽ വരുന്നു. ലാസ്റ്റ് ഓരോ മനുഷ്യരിൻ്റെയും ജീവൻ യാതൊരു ഇതുമില്ലാതെ, തിരിച്ചു വരവില്ലാത്ത ഒരു മടക്ക യാത്ര നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ജോലി സാധ്യത കുറവ് കൊണ്ടാണ്. ഈ എത്രയോ ചെറുപ്പക്കാരാണ് മരിച്ചു പോയിരിക്കുന്നത്. അതിൽ ഞാൻ നോക്കിയിട്ട് കുറച്ച് പേരെ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് ജീവിച്ചിട്ട് കുറച്ച് പേരേ ഉള്ളൂ. എങ്കിലും പോലും അവരൊക്കെ എത്രയോ കാലം ഭൂമിയിൽ ജീവിക്കേണ്ട മനുഷ്യരാണ്. ഒരു അപകടം പറ്റുമ്പോൾ മാത്രം ഗവൺമെൻറ്റുകൾ ഈ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായിട്ടുള്ള ജോലികൾ ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും വിട്ട് ആരും ഗൾഫ് നാട്ടിലേക്ക് പോവില്ല. ജോലി സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഗൾഫ് നാട്ടിൽ വന്ന് അവരുടെ സ്വപ്നങ്ങൾ കൊഴിഞ്ഞ് ഒരു ഗൾഫിൽ ജീവിക്കുക എന്ന് പറയുന്നവർക്ക്, ഗൾഫിൽ ജീവിച്ചവർക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ. നാട് കാണാനോ, ഒരു ഉത്സവം കാണാനോ, 4 ആളുടെ കൂടെ നടക്കാനോ, കുടുംബത്തിലുള്ളവരെ കാണാനോ പറ്റാത്തതിൻ്റെ വേദന ആർക്കും അറിയില്ല. അത് അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഓരോ സംസ്ഥാനങ്ങളിലും ഏത് പാർട്ടിക്കാർ ഭരിക്കുകയാണെങ്കിലും ദയവ് ചെയ്ത് അവരവരുടെ കുടുംബം നന്നാക്കാനും അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാനും ബാങ്ക് ബാലൻസ് നിറയ്ക്കാനും ഭരിക്കാതെ കുറച്ച് പൊതുജനങ്ങളിൻ്റെ കാര്യം കൂടി ഒന്ന് ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ജീവിതം കൊഴിഞ്ഞു പോകില്ല. കാരണം നമ്മളിൻ്റെ കുടുംബം നോക്കാനും നമ്മൾക്കൊരു വീടുണ്ടാക്കാനും നമ്മൾക്കൊരു 10 രൂപൻ്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് അന്യരാജ്യത്ത് വന്ന് ഈ രാജ്യത്തെ ഇതായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എത്രയെത്രയോ സ്വപ്നങ്ങളാണ് തീയിൽ വെന്തെരിഞ്ഞ് പോയത്, പുക ശ്വസിച്ചു പോയത്, ചാടി കയ്യും കാലും ഒടിഞ്ഞ് ഇടുപ്പൊടിഞ്ഞ് ജീവിതത്തിൽ ഇനി ജോലി ചെയ്യാൻ പറ്റാതെ മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടാണ് എല്ലാവർക്കും, കുറച്ച് പേർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വലിയ വലിയ മന്ത്രിമാർ ഇല്ലെങ്കിൽ അവർ കുറേ വില കൂടിയ ഡ്രസ്സുകൾ, വില കൂടിയ കണ്ണാടികൾ, വില കൂടിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അവർ ഫ്ലൈറ്റിൽ അന്യനാടുകളിൽ ടൂറ് പോകുന്നു. അവരവരുടെ കുടുംബത്തിനെ കൂട്ടി ടൂറ് പോകുന്നു. അവർ ഉല്ലസിക്കുന്നു, അവർ സന്തോഷിക്കുന്നു, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നു, അവർ നല്ല ഡ്രസ്സ് ഇടുന്നു. പാവപ്പെട്ട ജനങ്ങൾ, അവരെ വോട്ട് ചെയ്ത് അവരിനെ അതിൽ കയറ്റിയിരുത്തിയ ജനങ്ങൾ ഭക്ഷണം കഴിക്കാതെയും ഇരിക്കാൻ വീടില്ലാതെയും അന്യരാജ്യത്ത് വന്ന് ജോലി ചെയ്ത് അവരവരുടെ കുടുംബം നോക്കുന്നു. എന്നിട്ടോ ഈ നാട്ടിലെന്താ ചെയ്യുന്നത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ അധികം റീത്ത് വെക്കണ്, ആരാ ആദ്യം റീത്ത് വെക്കണ്, ഞാൻ വെക്കട്ടെ നീ വെക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പണവും അവർക്ക് കൊടുത്തത് കൊണ്ട് ഒരച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ട മക്കളെ തിരിച്ചു കിട്ടില്ല. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ കിട്ടില്ല, ഒരു മക്കൾക്ക് അച്ഛനും അമ്മയെയും കിട്ടില്ല.
അപ്പോൾ ആ മരണത്തിനുള്ള ഉത്തരവാദി ആരാണ്? നമ്മളിൻ്റെ നാട് ഭരിക്കുന്ന മന്ത്രിമാരാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ കിറ്റസ് ലുങ്കി എന്ന് പറയുന്നു, അവർ കിറ്റസ് കമ്പനിക്കാർ എത്രയെത്രയോ പ്രസ്ഥാനങ്ങൾ അവർ കെട്ടിപ്പടുത്ത് 4 ആൾക്ക് ജോലി കൊടുത്ത് അവർ അവിടെ നിൽക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ എന്താ വഴി എന്നും പറഞ്ഞ് കൊടി പിടിച്ചു കൊണ്ടുപോയി അവരിൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കുത്തിയിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങൾ തരാനുള്ളത് തരാതെ നിങ്ങളെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. എന്തിനു വേണ്ടി? അവരിൻ്റെ വീട്ടിലേക്ക് വേണ്ടി, ഇല്ലെങ്കിൽ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. ഈ കേരളത്തിലെ ഭരണം ഇപ്പോൾ എത്രയോ ദൂർത്തടിച്ച് കുട്ടിച്ചോരായി പോയിട്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇന്നത്തെ ഭരണപക്ഷത്തിലിരിക്കുന്നവർ. നാളെ ഇനി മറ്റവർ വന്നാലും ഞാൻ അവരോടും ഇത് തന്നെയാണ് പറയുന്നത്. കുറച്ച് നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും, നിങ്ങൾ കഴിക്കുന്നതിൽ ഒരു ഭാഗം ഭക്ഷണമെങ്കിലും കഴിക്കാനും ഒരു ജോഡി ഡ്രസ്സെങ്കിലും എടുക്കാനും അവരിൻ്റെ ഇതിന് അവർ ഗൾഫിൽ വന്ന് സമ്പാദിച്ചിട്ട് എടുക്കേണ്ട ഗതികേട് വരുത്തരുത്. നിങ്ങളൊക്കെ എന്താ ചെയ്യണത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കില്ല. നാളെ നിങ്ങൾ ഇതേപോലെ തന്നെ മരിക്കാൻ തന്നെയാണ് പോണത്. മന്ത്രിമാർ ഇത്ര വില കൂടിയ ഡ്രസ്സ് എടുത്തു, ഇത്ര വലിയ കാറ് വാങ്ങിച്ചു, ഇത്ര സെക്യൂരിറ്റികൾ വെച്ചു. എന്തോരം സെക്യൂരിറ്റികളാണ് ഓരോ മന്ത്രിമാരും പുറത്തിറങ്ങുമ്പോൾ ഉള്ളത്. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? ആരിൻ്റെ പൈസയാണ് കൊടുക്കുന്നത്? ഈ പാവപ്പെട്ട ജനങ്ങളുടെ പൈസയാണ് കൊടുക്കുന്നത്, നികുതി പണമാണ് കൊടുക്കുന്നത്. എന്നിട്ട് വലിയ വലിയ മുതലാളിമാരുടെ നികുതി പണത്തിനെ എല്ലാം നിങ്ങൾ എഴുതി തള്ളിയിട്ട് അവരിൻ്റെ നിന്ന് കാശും വാങ്ങി പോക്കറ്റ് നിറച്ച് നിങ്ങൾ നന്നായിട്ട് നടക്കുന്നു. പൊതുജനങ്ങളാണ് ഇതിൽ വെറും വിഡ്ഢികളായിട്ട് ജീവിക്കുന്നവർ. ഇനിയിപ്പോൾ ജീവിക്കാൻ പൊതുജനങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ നമ്മുടെ തൃശ്ശൂർ ജയിച്ചിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ, നമ്മൾക്ക് കാണാം. പെട്രോളിൻ്റെ വകുപ്പാണല്ലോ ആൾക്ക് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ഞാൻ നാട്ടിൽ ഓട്ടോറിക്ഷ ഓട്ടിച്ച ഒരാളാണ് 15 വർഷം. അന്ന് എത്രയുണ്ടായിരുന്നു, ഇന്ന് എത്രയാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇനി വണ്ടി ഓട്ടുമ്പോൾ ഇത്ര രൂപയ്ക്ക് പെട്രോൾ കിട്ടി, ഇങ്ങനെ ഓടുമ്പോൾ ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് വരും കാലങ്ങളിൽ നിങ്ങൾക്കറിയാം. അല്ലാതെ ഒരാൾ മരിക്കുമ്പോഴോ ഒരാൾ അപകടം പറ്റുമ്പോഴോ അവിടെ പോയിട്ട് വലിയ വലിയ വാഗ്ദാനങ്ങളും വലിയ വലിയ സംസാരങ്ങളും സംസാരിച്ച് ഞാനാണ് വലുത് എന്ന് പറഞ്ഞ് ഈ പാർട്ടിക്കാർ നടക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പാവപ്പെട്ട ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമൂഹത്തിലുള്ള ഭരണഘടനയായാലും ശരി, പ്രതിപക്ഷമായാലും ശരി, ആരായാലും ശരി, പൊതുജനങ്ങളെ, പാവപ്പെട്ടവരെ, ഈ ഭിക്ഷക്കാർ, അസുഖമുള്ളവർ, വയസ്സായവർ, ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും പെരുവഴിയിൽ കിടക്കുന്ന എത്രയോ ജനങ്ങൾ, അവരെ ഒന്നും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ പോയിട്ട് ആര് മരിച്ചിട്ടും ഒരു പൂ വെച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. ശാന്തകുമാരി, കുവൈറ്റ്. ഓക്കെ.